ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നൈസിക് ദ വ്ലോഗർ. സോ അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏപ്രിൽ 18 ഞാൻ എൻ്റെ ലാസ്റ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അൽഗോൻറ്റിൻ കോളേജ്, നമ്മുടെ ഈ കോളേജിൽ എൻ്റെ ലാസ്റ്റത്തെ അസൈൻമെൻറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പാസ്സായി. ഇന്നലെ എനിക്ക് റിട്ടേൺ എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് വന്നു. സോ മൈ കോഴ്സ് ഗോണ ബി ഡൺ ബൈ ദിസ് സെമസ്റ്റർ. ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് ഓൾറെഡി ഡൺ. സോ ഐ എം ഗോണ ബി എ ഗ്രാജുവേറ്റ് ഫ്രം ടുഡേ. ഓക്കെ, എൻ്റെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ജൂൺ എത്രാം തീയതി എങ്ങാണ്ടാണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണി. സോ അൽഗോൻറ്റിൻ കോളേജിൽ എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ ഗ്രാജുവേറ്റ് ആവുകയാണ്. പിന്നെന്താ, ഐ എം സോ ഹാപ്പി. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എൻ്റെ HR-ൻ്റെ എക്സാം പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു. അപ്പോൾ പെൻ ആൻഡ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ അല്ല, ഞങ്ങൾ ഒരു ക്ലാസ്സിൽ വെച്ച് നടക്കേണ്ട എക്സാം ഈ പ്രാവശ്യം ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ വെച്ചിട്ട് 100-200 പിള്ളേർ വെച്ച് ഒരുമിച്ചിരുന്ന് എഴുതുമായിരുന്നു. അപ്പം ഏതാണ്ട് 1.5 വർഷത്തിനടുത്തായി അങ്ങനെ ഒരു എക്സാം എഴുതിയിട്ട്. എപ്പോഴും കമ്പ്യൂട്ടർ തന്നെ ചെയ്ത് അതങ്ങ് ശീലമായതുകൊണ്ട് ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു. എൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു, അത് ഞാൻ പാസ്സായി. സോ എൻ്റെ കോഴ്സ് ഇന്നത്തോടെ കഴിയുക. കഴിഞ്ഞു. അപ്പം ഐ എം സോ ഹാപ്പി. പിന്നെന്താ, അപ്പോൾ ഇനി കനേഡിയൻ ഗ്രാജുവേറ്റ് ആണ്. ഇനി അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം സ്റ്റഡി പെർമിറ്റിൽ നിന്ന് നേരെ വർക്ക് പെർമിറ്റിലോട്ട് കയറും. വർക്ക് പെർമിറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഇനി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു B-level ജോബിലോട്ട് കയറണം. ഇപ്പോൾ ടീമിൽ തന്നെ ഏതാണ്ട് 1.5 വർഷത്തോളം എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പോൾ സോ അത് വെച്ച് ഏതെങ്കിലും സൂപ്പർവൈസർ ജോബ് വല്ലതും കിട്ടുമോ നോക്കണം. ഇവിടുന്ന് മൂവ് ചെയ്യാൻ പ്ലാനുണ്ട്, ഒരു വണ്ടി എടുക്കാനുള്ള പ്ലാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളാണ്. ഇനിയാണ് റിയൽ ലൈഫിലോട്ട് കയറാൻ പോകാണല്ലോ. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ലേബൽ കഴിഞ്ഞു, ഇനി നമ്മളൊരു ജോബ് വിസയിലായിരിക്കും. അപ്പം ഇനി പുതിയ വിശേഷങ്ങൾ കാണാം. ഇവിടുന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ കാണാം. പിന്നെന്താ, ഇനി എനിക്ക് ഇവിടുന്ന് കോഴ്സ് കംപ്ലീഷൻ്റെ ലെറ്റർ കിട്ടും. ആ ലെറ്റർ എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റും അല്ല, ഇവിടെ വർക്ക് പെർമിറ്റുള്ള ഒരാളുമല്ല. അപ്പോൾ എനിക്കിവിടെ വർക്ക് പെർമിറ്റും സ്റ്റുഡൻറ്റ് പെർമിറ്റും ഇല്ലാത്തതുകൊണ്ട്, സ്റ്റഡി പെർമിറ്റും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. കോഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആവാനുള്ള എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഒന്നും പൊട്ടിയില്ല. എല്ലാം ജയിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെയൊക്കെ പറയണമെന്ന് തോന്നി. അതിനുവേണ്ടി ഇനി ഒരു വീഡിയോ എടുത്ത്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം ഗോണ ബി ഗ്രാജുവേറ്റ് മാൻ. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ലാസ്റ്റ് വീഡിയോ ആരും കണ്ടിട്ടില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ Q&A ആണ് ഞാൻ അങ്ങോട്ട് ആൻസർ ചെയ്തത്, അതുകൊണ്ട് ആരും അത് കണ്ടില്ല. സമയം ഉണ്ടാകുന്ന പോയി കാണണേ. ചുമ്മാ ഇഷ്ടപ്പെടായൊന്നുമില്ല, എല്ലാവരും പോയി കാണുക കേട്ടോ. 100-400 വ്യൂസിൻ്റെ ആയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാവരും സമയം കിട്ടുന്നതനുസരിച്ച് പോയി കാണുക. കീപ് സപ്പോർട്ടിങ്. പിന്നെന്താ, ഇനി പുതിയ വിശേഷങ്ങൾ കാണുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ലോഗർ. ബൈ.